ആയിഷ റളിയല്ലാഹുവിൻ്റെ വീട് പിന്നെ ചില എന്തോ കാരണങ്ങൾ വന്ന് അത് തകർന്നു, പൊളിഞ്ഞു. അപ്പോൾ ഖബറ് അവിടുന്ന് വീടിൻ്റെ അവിടെയാണല്ലോ ഖബറുള്ളത്. അപ്പോൾ അവിടുന്ന് കാല് കണ്ടു എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ ആളുകളാകെ ഞെട്ടി. അപ്പോൾ അവർ വന്നിട്ട് ഇത് ഏതാണ് ഇത് കാല് നോക്കും. അപ്പം ഈ ഇത് അറിയുന്ന ആളുകൾ ഖായിഫ് അവർ വന്നിട്ട് നോക്കിയപ്പോൾ പറഞ്ഞു അവർ വന്നത് ഉമർ റളിയല്ലാഹുവിൻ്റെ കാലായിരുന്നു. അപ്പോൾ ബദർ യുദ്ധത്തിൻ്റെ മുമ്പ് 2 സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒന്ന് സെരിയത്ത് സൈഫുൽ ബഹർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈനിക നീക്കം. അത് ശത്രുക്കളുടെ ഇതുപോലെ തന്നെ ഒരു യാത്രാ സംഘത്തെ അല്ലെങ്കിൽ ഒരു സൈനിക നടപടിക്കെതിരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നയിക്കുന്ന മദീനയിലെത്തിയതിന് ശേഷം ആദ്യത്തെ സൈനിക നീക്കമാണ് സെരിയത്ത് സൈഫുൽ ബഹർ. അതിൻ്റെ ക്യാപ്റ്റൻ ഹംസ റളിയല്ലാഹു അൻഹു ആയിരുന്നു. പക്ഷെ അത് പിന്നീട് അത് ഫ്ലോപ്പായി പോയി എന്ന് വെച്ചാൽ പിന്നെ അത് പിരിഞ്ഞു പോകുന്നൊക്കെയാണ്. പിന്നീട് ഒരു യുദ്ധത്തിൽ കലാശിച്ചില്ല. അതുപോലെ രണ്ടാമത് മറ്റൊന്നായിരുന്നു 70ഓളം വരുന്ന ആളുകളുമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുള്ള മറ്റൊരു സൈനിക നീക്കമാണ് ഗസ്വത്ത് വദ്ദാൻ എന്ന് പറയുന്ന ഒന്ന്. അതിൻ്റെയും ജനറൽ ആരായിരുന്നു? ഹംസ റളിയല്ലാഹു അൻഹു, അതിൻ്റെ പതാകവാഹകൻ. അപ്പോൾ ഇസ്ലാമിൽ ആദ്യത്തെ ജനറൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാ? ഹംസ റളിയല്ലാഹു അൻഹു ആണ്. ആ ഹംസ റളിയല്ലാഹു അൻഹു ബദറിൻ്റെ ദിവസം ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ധീരതയുടെ ഏറ്റവും അത്ഭുതകരമായ അദ്ദേഹത്തിൻ്റെ ഈ ഒരു യോദ്ധാവ് നിൽക്കുക അദ്ദേഹത്തിൻ്റെ പ്രകടനം ശത്രുക്കൾ ശരിക്കറിഞ്ഞ ദിവസമായിരുന്നു ബദർ. ബദറിൽ അദ്ദേഹത്തിൻ്റെ വാളിന് ഇരയാക്കപ്പെട്ട പ്രമുഖരായ പലരുണ്ടായിരുന്നു ശത്രുക്കളിൽ. അതിൽ ഉത്തുബുണ്ട്, ഷൈബുണ്ട്, അല്ലേ? അവരൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ പല ആളുകളും ആണ്. അത്രയും ധീരമായിട്ട് പോരാടിയ ഹംസ റളിയല്ലാഹു അൻഹു ആ ബദറിന് ശേഷം പിന്നീട് ഉഹുദിൻ്റെ സന്ദർഭത്തിൽ വരുമ്പോൾ ശത്രുക്കളുടെ ഏറ്റവും വലിയ ടാർഗറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹംസയെ വധിക്കുക, മുഹമ്മദിനെ കൊല്ലുക. ഇത് രണ്ടാവും പ്രധാനമായി കണ്ടത്. ആദ്യം ഹംസയെ കൊല്ലുക. ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അവർ സാധാരണഗതിയിൽ ഒരാൾക്ക് കഴിയില്ല എന്ന് അവർക്കറിയാം. അവർ നേരിട്ട് ഏറ്റുമുട്ടിയാൽ അദ്ദേഹത്തെ വധിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് വഹ്ഷി എന്ന് പറയുന്ന അദ്ദേഹത്തെ ഒരു അടിമയാണ്, നമുക്കറിയാലോ, അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ്. അദ്ദേഹം അതിവിദഗ്ധമായിട്ട് ചാട്ടുളി എറിയാൻ, കുന്തമെറിയാൻ കഴിവുള്ള ആളാണ്. അപ്പോൾ ദൂരെ മാറി നിന്നുകൊണ്ട് മുന്നിലില്ലാതെ പിറകിൽ നിന്ന് കുന്തമെറിഞ്ഞു കൊല്ലണം, അല്ലെങ്കിൽ ചാട്ടുളി പ്രയോഗിച്ച് കൊല്ലണം. ഇതിന് അന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു ഇരുമ്പ് പണിക്കാരനാണ്. ചരിത്രത്തിലൂടെ വായിച്ചു ഓർമ്മയുണ്ട്. നന്നായിട്ട് ആയുധം ഉപയോഗിക്കുന്നു, അതുണ്ടാക്കുന്നു, അത് പ്രയോഗം ഇതൊക്കെ പഠിക്കുന്ന ആളാണ്. ഭയങ്കര സാമർഥ്യനായിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം വാഗ്ദാനം നൽകി ജുബൈർ ബിൻ മുത്അമിൻ്റെ പിതൃവ്യ സഹോദരനെ ബദറിൽ കൊന്നിട്ടുണ്ട്. ഹിന്ദിൻ്റെ പിതാവിനെ, ഹിന്ദിൻ്റെ പിതാവിനെയും ബദറിലാരും ഹിന്ദ് ബിൻ ഉത്ബയും. അപ്പോൾ ഇവർ രണ്ടുപേരും വഹ്ഷിക്ക് ഹിന്ദ് ധാരാളം സമ്മാനം കൊടുക്കാമെന്ന് പറഞ്ഞു, ജുബൈർ മോചിപ്പിക്കാമെന്ന് പറഞ്ഞു. വഹ്ഷിക്ക് സ്വാതന്ത്ര്യനാക്കുക എന്ന് പറയുമ്പോൾ അത്ര ഇഷ്ടപ്പെട്ട കാര്യമാണല്ലോ. അങ്ങനെയാണ് ഇദ്ദേഹത്തെ ഷട്ടം കെട്ടി ഉഹുദിൻ്റെ ആദ്യത്തെ പകുതിയിൽ 30ഓളം വരുന്ന ആളുകളെ ഹംസ റളിയല്ലാഹു അൻഹു വധിക്കുന്നുണ്ട്. ഇസ്ലാമിൽ ആദ്യമായിട്ട് അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയത്, ബദർ യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഫസ്റ്റിൽ തന്നെ അസ്വദ് ബിനു അബ്ദുൽ അസദ് എന്ന് പറയുന്ന അസ്വദിനെ കൊല്ലുന്നത്, ആ കിണറിൻ്റെ അടിയിലേക്ക് വന്നിട്ട് മുസ്ലിങ്ങളോട് ഏറ്റുമുട്ടാൻ വന്ന അവരതൊന്ന് യുദ്ധത്തിലൂടെ പരാജയപ്പെടുത്തുന്നതും ഹംസ റളിയല്ലാഹു അൻഹു ആയിരുന്നല്ലോ. അപ്പോൾ ഉഹുദിലേക്ക് വരുമ്പോൾ ഉഹുദിൽ അത്രയും ആദ്യ പകുതിയിൽ 30ഓളം വരുന്ന ആളുകൾ ഇങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഹംസ റളിയല്ലാഹുവിൻ്റെ വാള് 2 കൈകൾ കൊണ്ട് വാള് പ്രയോഗിക്കുമായിരുന്നു. ഈ സമയത്താണ് വഹ്ഷി പിറകിലൂടെ നോക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരാളെ വധിച്ച് പിറകിലേക്ക് തിരിഞ്ഞ സമയത്ത് അദ്ദേഹത്തിൻ്റെ ചാട്ടുളി എറിഞ്ഞു, അദ്ദേഹത്തിൻ്റെ കുന്തമെറിഞ്ഞു. നാഭിയിലൂടെ ആ കുന്തം പോയി പിറകിലൂടെ പുറത്തേക്ക് വരികയാണ്. ഈ സമയത്തും അദ്ദേഹം പിന്നെയും മുന്നോട്ട് തന്നെയാണ് പോയിരുന്നതെന്നാണ് വഹ്ഷി അത് പറയുന്നത്. പിന്നെ വഹ്ഷി പറയുന്നത്, അങ്ങനെ അദ്ദേഹം മരിച്ചു എന്ന് കഴിഞ്ഞിട്ട് അടുത്തേക്ക് പോകാൻ എനിക്ക് പേടിയായിരുന്നു, അത്രയും പിന്നെ എണീറ്റ് വന്ന് എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടി. അങ്ങനെ അത് ഉറപ്പാക്കിയിട്ട് ഞാൻ എൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കി ഞാൻ പോയി. ഈ സംഭവം അദ്ദേഹം പറയണമെന്ന് വെച്ചാൽ, വഹ്ഷി പിൽക്കാലഘട്ടത്തിൽ മുസ്ലിമാവുന്നുണ്ട്. അത്ഭുതകരമായിട്ടുള്ള നമുക്ക് ഭയങ്കര കൗതുകവും അതുപോലെ ഒരുപാട് പാഠമുള്ള സംഭവമാണല്ലോ. മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലമാണ്.
മുആവിയ റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന സമയത്ത് അന്ന് അദ്ദേഹത്തിന് വൃദ്ധനായിട്ടുണ്ട്. 19 വർഷങ്ങൾക്ക് ശേഷമാണ്. അന്ന് സിറിയയിലെ ഹെംസിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അവിടേക്ക് വിട്ടു, മദീനയ്ക്ക് വിട്ട് സിറിയയിലെ ഹെംസിൽ താമസിക്കുകയാണ്. ഈ സമയത്ത് താബഈങ്ങളിൽപ്പെട്ട 2 ആളുകൾ വഹ്ഷിയെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. താബഈങ്ങളിൽപ്പെട്ട ആൾ ഉബൈദുല്ലാഹ് ഇബ്നു അദി എന്ന് പറയുന്ന താബി, അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരന് കൂടിയിട്ടാണ് അവരിങ്ങനെ യാത്ര പോകുമ്പോൾ മുഖമൊക്കെ മറച്ച് കെട്ടിയിട്ടാണ് യാത്ര പോകുന്നത്. വഹ്ഷിയുടെ അരികിലേക്ക് ചെല്ലുന്നു. അരികിലേക്ക് ചെല്ലുന്ന സമയത്ത് ഈ മുഖം മറച്ചിട്ട്, പൊതുവെ അവരുടെ സഞ്ചാരത്തിൽ മുഖമൊക്കെ മൂടിയിട്ടാണല്ലോ അവർ പോകും. പക്ഷേ മുഖം വെളിവാക്കാതെ തന്നെ അടുത്തേക്ക് ചെന്നിട്ട്, അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അടുത്ത് ചെന്നിട്ട് വഹ്ഷിനോട് ചോദിക്കണം, എന്നെ മനസ്സിലായോ? എന്നെ മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ അത് വഹ്ഷിയുടെ ഒരു സാമർത്ഥ്യം പിന്നെ വെളിവാക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ വഹ്ഷി പറയണത് അദ്ദേഹത്തിൻ്റെ കാലിലേക്ക് ഇങ്ങനെ നോക്കി. കാലിലേക്ക് നോക്കിയിട്ട് മുഖം മറച്ചത് കൊണ്ട് ആളെനിക്ക് മനസ്സിലായിട്ടില്ല, പക്ഷെ കാല് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് താങ്കൾ അദിയിൻ്റെ മകനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പണ്ട് ഞാൻ മക്കയിലുണ്ടായിരുന്ന സമയത്ത് അദിയിൻ്റെ മക്കളെ ഞാൻ പരിപാലിച്ചിരുന്നു, അവരെ നോക്കിയിരുന്നു. അന്നത്തെ എനിക്ക് ഈ കാല് കണ്ടിട്ട് ആ അദിയിൻ്റെ കുട്ടിയാണെന്ന് തോന്നുന്നു. ശരിയായിരുന്നു, ഉബൈദുല്ലാഹ് ഇബ്നു അദിയാണെന്ന്. കാരണം ഈ ഖായിഫ് എന്നാണ് ശരിക്ക് പറയാം, പാദശാസ്ത്രം. കാല് നോക്കിയിട്ട് പരമ്പര ഏതാണെന്ന് പറയും. അത് നബിയുടെ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം ബുഖാരിയിൽ വന്നൊരു ഹദീസിലാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ചോദ്യത്തിൽ ചോദിച്ച സെയ്ദ് ബിൻ ഹാരിസയും ഉസാമയുടെ മകനാണ് സെയ്ദ്, അവർ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ ഒരാൾ വന്നിട്ട്, അപ്പം അവരും പുതപ്പിട്ട് മൂടിയിട്ടുണ്ട്, കാല് പുറത്താണ്. അപ്പോൾ കാല് കണ്ടിട്ട് ഈ വന്ന ആൾ പറയണത്രേ, ഇത് ഇയാളിൽ നിന്നാണ്. ഒരു കാല് നോക്കിയിട്ട് ഇത് ഇയാളിൽ നിന്നുള്ള കാലാണ്. അപ്പം നബിക്ക് ഫാജബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി ഭയങ്കര കൗതുകമായി, ഭയങ്കര സന്തോഷമായി എന്ന് ആയിഷ എന്ന് പറയുന്നുണ്ട്. അത് കണ്ടപ്പോൾ അത് അന്ന് അങ്ങനെ ഉണ്ടായിരുന്നു. മറ്റൊരു സംഭവമാണ്, അത് അമവി കാലഘട്ടത്തിൽ തന്നെയാണ്. ആയിഷ റളിയല്ലാഹുവിൻ്റെ വീട് പിന്നെ ചില എന്തോ കാരണങ്ങൾ വന്ന് അത് തകർന്നു, പൊളിഞ്ഞു. അപ്പോൾ ഖബറ് വീടിൻ്റെ അവിടെയാണുള്ള ഖബറുള്ളത്. അപ്പോൾ അവിടുന്ന് കാല് കണ്ടു എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ ആളുകളാകെ ഞെട്ടി. അപ്പോൾ അവർ വന്നിട്ട് ഇത് ഏതാണ്, ഇത് കാല് നോക്കും. അപ്പം ഈ ഇത് അറിയുന്ന ആളുകൾ ഖായിഫ് അവർ വന്നിട്ട് നോക്കിയപ്പോൾ പറഞ്ഞു, അവർ വന്നത് ഉമർ റളിയല്ലാഹുവിൻ്റെ കാലായിരുന്നു. അങ്ങനെ ഇത് വീണ്ടും അടച്ചു എന്നുള്ളതാണ് ഇത് ഹദീസിൽ കാണാൻ പറ്റുന്ന സംഭവമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരാന്ന് വെച്ചാൽ, അന്ന് ഇത് വലിയൊരു ശാസ്ത്രമായിട്ട് അവർ ഈ പരമ്പര ആളിൽ നിന്നാണ് കണ്ടെത്തുമായിരുന്നു. അങ്ങനെയാണ് ആ വൈദഗ്ധ്യം ആർക്കുണ്ട്, വായിഷിക്കുണ്ട് റളിയല്ലാഹു അൻഹു. അങ്ങനെ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയായിരുന്നു? അതിനാണ് ഉബൈദുല്ലാഹ് ബിൻ അദി ചെല്ലുന്നത്. നിങ്ങൾ എങ്ങനെയായിരുന്നു ഹംസ റളിയല്ലാഹുവിനെ കൊന്ന്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇത് റസൂലിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് പറയുന്ന സംഭവമാണ് പിന്നീട് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത്. അന്ന് അതിന് ശേഷം നേരത്തെ പറഞ്ഞ സംഭവം അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നതാണ്. ഉഹുദിൽ പിന്നീട് വഹ്ഷി പറയുന്നത്, എനിക്ക് വാഗ്ദാനം നൽകപ്പെട്ടത് ഒരാളെ കൊല്ലുക എന്നുള്ളതും എനിക്ക് സ്വാതന്ത്ര്യം കിട്ടുക എന്നുള്ളതും. ഞാൻ പോയി, അത് കഴിഞ്ഞ് ഞാൻ ആ സ്ഥലത്ത് നിന്ന് പോയി. പിന്നെ ഞാൻ അവിടെ യുദ്ധഭൂമിയിൽ നിന്നിട്ടില്ല. പക്ഷെ പിന്നീട് വേറെ ചരിത്രത്തിൽ റിവായത്തിലൂടെ വരുന്നത് ഹിന്ദ് ഇത് കാണുന്നുണ്ട്. ഹിന്ദ് പിന്നെ ഹംസ റളിയല്ലാഹുവിൻ്റെ ശരീരം വികൃതമാക്കുന്നത് ഒക്കെ വേറെ ചരിത്രത്തിൻ്റെ വേറെ റിവായത്തുകൾ വരുന്നുണ്ട്. അപ്പോൾ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത്, അതായത് പിന്നെ സൂറത്തു നഹ്ൽ, വ ഇൻ ആഖബ്തും ഫആഖിബു ബിമിസ്ലി മാ ഉഖിബ്തും ബിഹി വല ഇൻ സബർതും ലഹുവ ഖൈറുൽ ലിസ്വാബിരീൻ എന്ന വചനത്തിൻ്റെ തഫ്സീറിൽ സബൻ നുസൂലിൽ ചില മുഫസ്സിരീങ്ങളൊക്കെ ഇത് പറയുന്നത് വെച്ചാൽ, ഇത് ഈ സന്ദർഭത്തിലായിരുന്നു. ഹംസ റളിയല്ലാഹുവിൻ്റെ കൊല ചെയ്യപ്പെട്ട സമയത്ത് വികൃതമായ ആ ശരീരം കണ്ട് പ്രവാചകൻ കരയുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പിന്നെ സുബൈർ റളിയല്ലാഹുവിനോട് പറയാണ്, ഉമ്മ അങ്ങോട്ട് വരും. ഉമ്മ എന്ന് പറഞ്ഞാൽ സഫിയ ഹംസയുടെ സഹോദരനാണല്ലോ. അതുമാത്രമല്ല, ഖദീജ റളിയല്ലാഹു അൻഹയുടെ സഹോദരി ഹവ്വയെ പിന്നെ അവരുമായിട്ടുള്ള ബന്ധമുണ്ടല്ലോ. അപ്പോൾ അവർ പിന്നെ അവരുടെ മകനാണ് സഫിയയുടെ മകനാണ് സുബൈർ. അപ്പോൾ സുബൈറിനോട് പറയാണ്, മുമ്പ് അങ്ങോട്ട് വരുമ്പം എന്ത് ചെയ്യണം, തടഞ്ഞു വെക്കണം, ഇത് കാണാനിട വരരുത്, സങ്കടമായി പോകും. അത്രക്കും നബി അങ്ങനെ ഉലച്ച് നല്ലൊരു സന്ദർഭമാണ്. അപ്പോൾ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സങ്കടം കൊണ്ട് നബി പറയണം, ഇതേപോലെ 30 ആളുകളെ, ശത്രുക്കളുടെ 30 ആളുകളെ ഇങ്ങനെ ഞാനും കാട്ടും നബി പറഞ്ഞു. അത്രയ്ക്ക് വിഷമം കൊണ്ട്. അപ്പോഴാണ് ഈ ആയത്ത് അവതരിച്ചത്. നിങ്ങൾ പ്രതിക്രിയ ചെയ്യുമ്പോൾ തുല്യമായ പ്രതിക്രിയ ചെയ്യണം. അതല്ല, വല ഇൻ സബർത്തും, ക്ഷമിക്കുകയാണെങ്കിൽ ലഹുവ ഖൈറുൽ ലിസ്വാബിരീൻ. അത്രയും മനോഹരമായി ആയത്ത് കേട്ട ഉടനെ നബി പറഞ്ഞു, ഇല്ല, ഞാൻ പ്രതിക്രിയ ചെയ്യില്ല.
എന്ന് പറഞ്ഞിട്ട് നബി അവിടെ നിന്നൊരു വാക്ക് പറയുന്നുണ്ട്, ഈ ഹംസറുല്ലാഹുവിൻ്റെ ശരീരത്തെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ ഇട്ടേച്ച് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അവിടുന്ന് ഓരോ മൃഗങ്ങളൊക്കെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരം തിന്നു പോയി കഴിഞ്ഞ് വ്യത്യസ്ത ഭാഗങ്ങളിലാവും. അങ്ങനെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് പുനർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന പുണ്യം അദ്ദേഹത്തിന് കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ അത് ഞാൻ ചെയ്യാത്തത് എനിക്ക് ശേഷം ഇതൊരു ചര്യയായി വരികയോ അല്ലെങ്കിൽ സഫിയക്ക് ഇത് വിഷമാവുകയും ചെയ്യും. അതുകൊണ്ടാണ്. അപ്പോൾ സഫിയ ഇനി ഈ ബോഡി കണ്ടാൽ തന്നെ സഫിയക്ക് ഭയങ്കര വിഷമാവും. തടയണമെന്ന് പറഞ്ഞു. സുബൈറുള്ള ഒന്ന് തടയുന്നുണ്ട്. തടഞ്ഞപ്പോൾ ആരാണ് അവസാനം നിൽക്കുന്നില്ല. 2 കഫം പുടവായിട്ടാണ് വരുന്നത്. നിൽക്കുന്നില്ല. അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താണ് പിന്നെ ആരാണ് തടയാൻ പറഞ്ഞത്? ഞാനല്ല ഉമ്മ, നബി പറഞ്ഞതാണ്. അപ്പം അവിടെ നിന്നു എന്നാ സഫിറുല്ലാനു. അപ്പം അവിടെ നിന്നു. റസൂല് പറഞ്ഞതാണോ എങ്കിൽ ഞാൻ മുന്നോട്ടില്ല. പക്ഷേ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുക്കുന്നു, കാണുന്നു. ആ ശരീരം കണ്ട് സഫിറുല്ലാനു കരയുന്നു, പക്ഷെ ക്ഷമിക്കുകയാണ്. അദ്ദേഹം സഫിറുല്ലാനു പറയാണ്, ഞാൻ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ക്ഷമിക്കുകയാണ്, അത് ഹംസറുല്ലാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ സംഭവം അതവിടെ അവസാനിക്കുന്നുണ്ട് അദ്ദേഹത്തിന് വേണ്ടി. പിന്നെ അതിലാണ് ഹംസറുല്ലാവിൻ്റെ മയ്യത്ത് നിസ്കരിക്കുമ്പോൾ ആ കഫം പുടവയിൽ ഒന്നിൽ ഹംസറുല്ലാവിന് മറ്റൊരു അൻസാരിയെ അടുത്ത് വന്ന 2 കഫം പുടയുണ്ട്, അതിൽ പിന്നെ മറവ് ചെയ്യുന്നു. ആ നമസ്കാരത്തിൽ നബി സാധാരണയിൽ കവിഞ്ഞ തക്ബീറുകൾ ചൊല്ലി എന്നതാണ് ഹദീത്തിൽ. നബി കൂടുതൽ തക്ബീറുകൾ ചൊല്ലിയിരുന്നു എന്നാ. ഹംസറുല്ലാഹിന് വേണ്ടി ധാരാളമായി പ്രാർത്ഥിച്ചു. പിന്നെ വഹ്ഷിയുടെ സംഭവം, പിന്നെ വഹ്ഷി തന്നെ പറയുന്നുണ്ട്, നബി പിന്നെ വഹ്ഷി ഇസ്ലാം സ്വീകരിക്കണം, അത് മറ്റൊരു ഭാഗമാണ്. അപ്പോൾ അവിടെ പോലെ ആ ചരിത്രം പറഞ്ഞു കൊടുക്കുമ്പോൾ റസൂലിൻ്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുമായിരുന്നു താടിരോമങ്ങളിലൂടെ. അത്രക്കധികം ഇഷ്ടമായിരുന്ന ഹംസറുല്ലാഹുവിൻ്റെ ആ വധം അത്. പക്ഷേ അതിൻ്റെ അവസാനം നമ്മൾ എന്താ പറയണത്? ഹംസറുല്ലാഹുവിനെ കൊന്ന വഹ്ഷിയെയും നമ്മൾ പറയുന്നു റളിയല്ലാഹു അൻഹു. ഹംസറുല്ലാഹുവിൻ്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു. ഒരു ഹദീസിൽ എങ്ങനെ ഓർമ്മ വരുന്നത്, നബി അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് നിന്ന് 2 ആളുകളെ കണ്ട് ചിരിക്കുമെന്ന. ഒന്ന് ഹംസയെയും മറ്റൊന്ന് വഹ്ഷിയെയും സ്വർഗത്തിൽ. ഒന്ന് ഒരാൾ കൊന്ന് അതുവഴി ഷഹീദായി പിന്നെ സ്വർഗത്തിലെത്തുന്നു. മറ്റൊന്ന് ആ ഘാതകനും സ്വർഗത്തിലെത്തുന്നു. അതവർക്ക് നൽകിയിട്ടുള്ള എന്താണ്? തൗബയാണ്, ഇസ്ലാം സ്വീകരണമാണ്. ഇതാണ് ചരിത്രത്തിലൂടെ നമുക്ക് അതിൽ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്.